ഇന്ന് സന്തോഷമുള്ള വാർത്തകൾക്കപ്പുറം ഒരുപാട് സങ്കട കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരുന്ന ദിവസമാണ് ഇന്ന്. കാരണം നമുക്കറിയാവുന്ന പോലെ 2 ദിവസം മുൻപാണ് കൊല്ലത്തെ തേവലക്കരയിൽ മിഥുൻ 13 വയസ്സുകാരൻ മിഥുൻ ഷോക്കേറ്റ് മരണപ്പെടുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ സംസ്കാരം ഇന്നാണ് നടക്കുക. പൊതുദർശനം ഇന്നാണ്. കുട്ടിയുടെ അമ്മ കുവൈറ്റിലായിരുന്നു. അവിടെ നിന്ന് അവർ തുർക്കിയിലേക്ക് പോയതാണ്. ഇന്നിപ്പോൾ അമ്മ രാവിലെ 8:50 9 മണിയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തും. അതിനുശേഷം അമ്മ ഈ കൊല്ലത്തേക്ക് എത്തും, വീട്ടിലേക്ക് എത്തും. മകനെ അവസാനമായി ഒരു നോക്ക് കാണാം. അപ്പോൾ അങ്ങനെ സങ്കട കാഴ്ചകൾ കാണാൻ നമ്മൾ മനസ്സിനെ പ്രാപ്തപ്പെടുത്തേണ്ട ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടേക്ക് തന്നെ മിഥുൻ്റെ വീട്ടിലെ സാഹചര്യം എങ്ങനെയാണ് നിലവിൽ ഈ മറ്റ് കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് തന്നെയാണ് ആദ്യം ഈ വാർത്താദിനം ആരംഭിക്കുമ്പോൾ ഹലോ മലയാളം പോകുന്നത്. മിഥുന് വിട നൽകാൻ നാട്. ഇന്ന് രാവിലെ മിഥുൻ്റെ അമ്മ സുജ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. തേവലക്കര ജോയ് സ്കൂളിൽ രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് നിലവിൽ മിഥുൻ്റെ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാന അധ്യാപികയുടെ സസ്പെൻഷന് പുറമെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾക്കും സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് നമ്മൾ ഈ കണ്ടതുപോലെ മിഥുൻ ഈ സ്കൂളിൻ്റെ ഷെഡിന് മുകളിൽ പൊയ്ക്കൊണ്ടിരുന്ന വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വീണ് മരണപ്പെടുന്നത്. അതിനുശേഷം പരസ്പരം പഴിചാരുന്ന 2 വകുപ്പുകളെ നമ്മൾ കണ്ടു. ഇന്നലെയൊക്കെ മിഥുൻ്റെ വീട്ടിലേക്ക് മന്ത്രിമാരെല്ലാവരും എത്തിയിരുന്നു. ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കൊക്കെ എതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ വൈദ്യുത വകുപ്പും ഒക്കെ പറയുന്നതും. നമുക്ക് വിവരങ്ങളിലേക്ക് പോകാം. എന്താണ് നിലവിലെ ക്രമീകരണങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഷമീർ ഉണ്ട് കൊല്ലത്ത് നിന്നും. ഷമീറെ, ഗുഡ് മോർണിംഗ്. മിഥുൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് ദിവസമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് ആദ്യം തന്നെ പോകാം. ഷമീർ. തീർച്ചയായിട്ടും സേതുലക്ഷ്മി, നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് സാങ്കേതികമായി പറയാമെങ്കിലും ഇന്ന് വളരെയധികം ദുഃഖമേറിയ ദിവസമാണ്. കാരണം ഇക്കഴിഞ്ഞ 17-ാം തീയതി മരണപ്പെട്ട ഈ സ്കൂളിലേക്ക് എല്ലാ കുട്ടികളെയും പോലെ പഠിക്കാനായി എത്തിയ മിഥുൻ്റെ ചേതനയേറ്റ ശരീരം നമുക്ക് പുറകെ കാണുന്ന ഈ സ്കൂളിലേക്ക് കൊണ്ടുവരും. ഇതിനുശേഷം 10 മണിയോടുകൂടിയാണ് ആ മൃതദേഹം കൊണ്ടുവരുന്നത്. 10 മണിക്ക് ശേഷം ഇവിടെ പൊതുദർശന ചടങ്ങുകൾ നടക്കും. ഇപ്പോൾ ഈ മൃതദേഹം ഉള്ളത് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ്. അതിനുശേഷമാണ് ഇവിടേക്ക് ഈ മൃതദേഹം കൊണ്ടുവരുന്നത്. അതിന് പ്രത്യേക ക്രമീകരണവും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെയൊക്കെ തന്നെ ഇന്ന് ഇവിടേക്ക് എത്താനായി സ്കൂൾ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളെ സഹപാഠിയായ മിഥുനെ അവസാനമായി കാണാനായി അവരൊക്കെ ചേതനയേറ്റ ശരീരം കാണാനായി ആ വിദ്യാർത്ഥികൾ ഈ സ്കൂളിലേക്ക് എത്തും. സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ തന്നെ 9 മണിയോടുകൂടി ഈ സ്കൂളിലേക്ക് എത്തും. ഇപ്പോൾ സ്കൂളിൻ്റെ കവാടങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. 9 മണിയോടുകൂടി കവാടങ്ങൾ തുറന്നു നൽകും. കുട്ടികളൊക്കെ തന്നെ സ്കൂളിലേക്ക് എത്തും. 10 മണിയോടുകൂടി മിഥുൻ്റെ മൃതദേഹം ഈ സ്കൂളിലേക്ക് എത്തിക്കും. നമുക്കറിയാം, മിഥുൻ്റെ മാതാവ് പുറത്തായിരുന്നു, തുർക്കിയിലായിരുന്നു. ഇതിനുശേഷം അവർ ഇന്നലെ രാത്രിയോടുകൂടി കുവൈറ്റിലേക്ക് എത്തി. അതിനുശേഷം അവർ ഇന്ന് 9 മണിയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തും. അവിടെ നിന്ന് പോലീസ് സഹായത്തോടു കൂടിയായിരിക്കും അവർ കൊല്ലത്തേക്ക് വരിക. 11 മണിയോടുകൂടി 11:30 അവർ വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. 12 മണിയോടുകൂടി പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം ഈ മൃതദേഹം ഇവിടെ നിന്നും നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെയും നമുക്ക് ഈ പ്രതീക്ഷിച്ച പോലെയുള്ള സങ്കട കാഴ്ചകളാണ് കാണാൻ ആവുക. എന്തായാലും അതൊക്കെ ആയിരിക്കും ഇന്ന് സംഭവിക്കുക. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഇവിടെ എത്തുകയും ഈ സ്കൂളിലേക്ക് അപകടകരമായ രീതിയിൽ ഊഞ്ഞാൽ പോലെ തൂങ്ങിക്കിടക്കുന്ന ആ വൈദ്യുത ലൈൻ അഴിച്ചു മാറ്റണം, അത് അടിയന്തരമായി അഴിച്ചു മാറ്റണമെന്ന് വൈദ്യുത വകുപ്പിന് നിർദ്ദേശം നൽകിയ ആ നടപടിയും ഇന്ന് നടക്കും. എന്തായാലും മൃതദേഹം ഇവിടെ എത്തിച്ച് പൊതുദർശനത്തിന് ശേഷം കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് മടങ്ങിപ്പോയ ശേഷം ആ നടപടി അവർ സ്വീകരിക്കും. എന്തായാലും ഇതിൻ്റെ മൃതദേഹം ഇപ്പോഴുള്ളത് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ്. നമുക്കറിയാം, അന്നേ ദിവസം 17-ാം തീയതി തന്നെ ആ ആശുപത്രിയിലേക്കാണ് ആദ്യം അവിടെ എത്തിയത്. പക്ഷേ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് നേരെ മൃതദേഹം പിന്നീട് ചേതനയേറ്റ ശരീരം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വൈകിട്ടോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ ആ പിതാവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു തൻ്റെ ഭാര്യ സുജ
വിദേശത്താണ്. കഴിഞ്ഞ 4 മാസമായി അവർ വിദേശത്തേക്ക് പോയിട്ട് അവർക്ക് അവസാനമായി ഒരു നോക്ക് കാണണം വിധിനെ. അതിനുവേണ്ടി മൃതദേഹം സൂക്ഷിക്കണമെന്ന് അവർ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശാസ്താംകോട്ടയിൽ തന്നെ എത്തിച്ച് അവിടുത്തെ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ ആ മൃതദേഹം സൂക്ഷിച്ചത്. എന്തായാലും ഇന്ന് ആ അമ്മ, ജീവനോടെ മകനെ കണ്ടിട്ട് പോയ അമ്മ, ഇന്ന് ജീവനറ്റ ശരീരം കാണാനായി അവർ 11:30 ആ വീട്ടിലേക്ക് എത്തും. അതൊക്കെ തന്നെ ഇന്ന് സങ്കടകരമായ കാഴ്ചകൾക്കായിരിക്കും ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കുക. അതിന് ഇപ്പോൾ തേവലക്കര സ്കൂളിൽ ആദ്യമായി മൃതദേഹം എത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സേതുലക്ഷ്മി. ഓക്കെ, ശരി.